ഈ ദൗത്യത്തെ സംബന്ധിച്ച് പല വീക്ഷണങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിരുന്നു. ഏതായാലും അതിൽ നേരത്തെ മുതൽ തന്നെ പുഴയിലാണ് എന്നുള്ള നിലപാട് എടുത്തിരുന്നത് ഏതായാലും കർണാടക സർക്കാർ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമൊക്കെയാണ്. പക്ഷേ തുടക്കം തൊട്ട് കരയിലാകും GPS സിഗ്നൽ നമുക്ക് ലഭിച്ചിരുന്നു. ഭാരത് ബെൻസ് കമ്പനി GPS സിഗ്നൽ ലോറി ഉടമയ്ക്ക് നൽകിയ GPS സിഗ്നൽ, അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച ആ സിഗ്നൽ, ഇതെല്ലാം പറഞ്ഞിരുന്നത് കരയിലാണ് രക്ഷ എന്നുള്ളതാണ്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് കരയിൽ പരിശോധന വ്യാപകമായി നടത്തിയത്. പക്ഷെ അപ്പോഴും തുടക്കം മുതൽ തന്നെ ഇവിടുത്തെ കാർവാറിലെ MLA സതീഷ് കൃഷ്ണസൈൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പുഴയിലേക്ക് അതിരിക്കാനാണ് സാധ്യത. എനിക്ക് ഈ പ്രദേശത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷേ അന്ന് നമ്മൾ GPS സിഗ്നൽ അനുസരിച്ചുള്ള ഒരു തിരച്ചിലേക്കൊക്കെ പോയി. പക്ഷേ ഏതായാലും നിലവിൽ പുഴയിൽ ഈ സിഗ്നൽ അല്ലെങ്കിൽ പുഴയിൽ ഈ ട്രക്കിന്റെ സാന്നിധ്യം ഏതാണ്ട് ഉറപ്പിച്ച ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതൊന്നും ആരുടെയും കുറ്റമല്ല. കൃത്യമായി ലഭിച്ച നമുക്കും ഈ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച കാര്യങ്ങളാണ് ഈ സിഗ്നലുകളൊക്കെ എന്നുള്ള കാര്യം. ഏതായാലും ഇതിന്റെയൊക്കെ അപ്പുറത്ത് പ്രകൃതി എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സംഭവങ്ങളെല്ലാം നൽകുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ കനത്ത മഴയാണ് പെയ്യുന്നത്. കനത്ത മഴ, അതോടൊപ്പം തന്നെ കനത്ത കാറ്റ്, ഇതെല്ലാം വീശുന്നു. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായിട്ട് ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. രക്ഷാപ്രവർത്തനത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്, പിന്നോട്ടടിക്കുന്നുണ്ട് ഈ മഴയും കാറ്റും. ഏതായാലും ഈ പ്രകൃതി ഇതിനെല്ലാം നമുക്ക് മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ചെയ്യുന്നു. യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ലോറി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നു. പക്ഷെ അതിനൊക്കെ മുകളിൽ അതിന് എടുക്കണമെങ്കിൽ പ്രകൃതി കൂടി കനിയണം. ഗംഗാവാലി പുഴ കനിയണം. ഏതായാലും മഴ മാറി നിൽക്കണം. ആ ഒരു അവസ്ഥ ഇപ്പോൾ ഏതായാലും കഴിഞ്ഞ മണിക്കൂറുകളിലൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രക്ഷാപ്രവർത്തനം തുടക്കത്തിൽ വല്ലാതെ ഇഴഞ്ഞു പോയിരുന്നു. ആദ്യ 8 മണിക്കൂർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഗോൾഡൻ അവേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. ആ ഗോൾഡൻ അവേഴ്സിൽ നിശ്ചലമായിരുന്നു ഇവിടുത്തെ സംവിധാനം. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കേരളത്തിലൊക്കെ ഒരു കാര്യം എടുത്താൽ, കേരളത്തിൽ ഒരു അപകടമുണ്ടായാൽ, ഒരു ദുരന്തമുണ്ടായാൽ ഒരുപാട് ആളുകൾ ഓടിയെത്തും. അത് പ്രത്യേകിച്ച് കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഇവിടുത്തെ ഈ ഷിരൂരിലെ ഒരു കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ വീടുകൾ തമ്മിൽ തന്നെ കിലോമീറ്ററുകൾ വ്യത്യാസമുണ്ട്. ഈ പ്രദേശത്ത് ഈ അപകടമുണ്ടായ സ്ഥലത്ത് തന്നെ വീടുകൾ തുച്ഛമാണ്, ആ എണ്ണം വളരെ കുറവാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഓടിയെത്താൻ ഇത്തിരി പാടുപെട്ടു. അതോടൊപ്പം തന്നെ ഇതിന് അടുത്തു എന്ന് പറയാനുള്ള മറുകരയിലാണ്. മറുകരയിൽ ഈ സുനാമി കണക്കെ ഈ മണ്ണ് പുഴയിലേക്ക് വീണ് അതിന്റെ ആഘാതത്തിൽ തിരയടിച്ച് സുനാമി കണക്കെ വെള്ളം അടിച്ചു കയറി അവിടുത്തെ 5 വീടുകൾ നാമാവശേഷമാക്കി. തറ പോലും അവിടെ കാണാനാവാത്ത അവസ്ഥയിൽ ആ വീടുകൾ ഇല്ലാതായി എന്നുള്ള ഒരു അവസ്ഥ ആ പ്രദേശത്തുണ്ടായി. അവർക്ക് മറുകരയിലേക്ക് വന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. പക്ഷെ അവരുടെ വീട് തന്നെ ഇല്ലാതായ ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ പ്രാദേശികമായിട്ട് രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതിൽ വല്ലാത്ത ഒരു സമയം വൈകൽ ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തുടർന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതൃത്വം ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഈ 4ാം നാൾ കാര്യമായിട്ടുള്ള തിരച്ചിലേക്കൊക്കെ കാര്യം പോയത്. അപ്പോഴും ഒരു കൺഫ്യൂഷൻ അവിടെ നിന്നിരുന്നു. പുഴയിലോ വെള്ളത്തിലോ ഈ ട്രക്ക് എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ അവിടെ നിന്നിരുന്നു. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്തത് കരയിലെ രക്ഷാപ്രവർത്തനത്തിനായിരുന്നു. ഏതായാലും കരയിലില്ല എന്ന് ഉറപ്പിച്ചതിന് പിന്നാലെ തന്നെയാണ് പുഴയിലേക്ക് തിരച്ചിൽ മാറ്റിയത്. പുഴയിലേക്ക് തിരച്ചിൽ മാറ്റി 3ാം നാൾ, അതായത് പുഴയിലെ തിരച്ചിൽ തുടക്കം മുതൽ തന്നെ സമാന്തരമായി നേവി വന്നതിന് പിന്നാലേക്ക് നടന്നിരുന്നുവെങ്കിൽ പോലും പുഴയിലേക്ക് ഫോക്കസ് വന്ന് 2ാം നാൾ തന്നെ ഇപ്പോൾ ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഔദ്യോഗിക വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും അത് അർജുന്റേതാണ് എന്നുള്ള തരത്തിൽ പോലീസിൽ നിന്നൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പക്ഷേ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഇനിയും അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു പ്രതികരണമാണ് വന്നത്. ഏതായാലും നമുക്ക് ഈ രക്ഷാപ്രവർത്തനം എന്നുള്ളത് അനന്തമായി നീട്ടിക്കൊണ്ടാവുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് 9 നാളുകളായി ഇങ്ങനെ ഈ കാര്യങ്ങൾ നീണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ട്രക്ക് ഉയർത്താനുള്ള, അത് ട്രക്കാണ് എന്ന് ആദ്യം സ്ഥിരീകരിക്കണം.
അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇനി വരണം. പക്ഷേ അതോടൊപ്പം കർണാടക റവന്യൂ മന്ത്രി അക്കാര്യത്തിൽ ഒരു ട്രക്ക് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഈ അതായത് ട്രക്കെന്ന് സംശയിക്കുന്നതിന്റെ സാന്നിധ്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ ലോറി അവിടെ നിന്ന് ഒഴുകി പോകാതിരിക്കാൻ ലോക്ക് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടല്ലോ. അതിങ്ങനെ ഒഴുകുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണോ ഈ സിഗ്നൽ ലഭ്യമാകുന്നത്? ഇപ്പോൾ എല്ലാവരും പുഴയിൽ നിന്ന് എല്ലാവരും രക്ഷാപ്രവർത്തകർ മുഴുവനും പുറത്തേക്ക് കയറി എന്ന് പറയുന്നു. മറ്റെന്തെങ്കിലും ശ്രമം ഇതിന്റെ ഭാഗമായിട്ട് മറ്റെന്തെങ്കിലും ദൗത്യം നടക്കുന്നുണ്ടോ? ഇതിൽ ഏറ്റവും ആദ്യം ചെയ്യുന്നത് പുഴയിലേക്ക് ഇറങ്ങിപ്പോയി, അതായത് മുങ്ങി ഇത് ആ ഒബ്ജക്റ്റ്, അതായത് ഈ സോണാറിൽ ഐഡന്റിഫൈ ചെയ്ത ആ ഒബ്ജക്റ്റ് അത് ഈ ട്രക്കാണോ എന്നുള്ള സ്ഥിരീകരണമാണ് ആദ്യം വേണ്ട ഒരു കാര്യം. ഏതായാലും ഇപ്പോൾ ഈ നമുക്ക് ഇതിൽ സെൻസ് ചെയ്ത സോണാറിൽ സെൻസ് ചെയ്ത ഈ വസ്തു ഉള്ളത് ഏതാണ്ട് 20 അടിയെങ്കിലും ആഴത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കരയിൽ നിന്ന് 20 മീറ്റർ ദൂരത്തിലാണ്. അതായത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന നമ്മുടെ ഈ മണ്ണിടിഞ്ഞ ആ കരയിൽ നിന്ന് ലക്ഷ്മണനായിക്കിലേക്ക് കടയുണ്ടായിരുന്ന കരയിൽ നിന്ന് 20 മീറ്റർ മാറിയാണ് ഈ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും അവിടേക്ക് ചെളി മാറ്റുന്നതിനുള്ള നടപടികളൊക്കെ ആദ്യം ഉണ്ടാവേണ്ടതുണ്ട്. അവിടെ വലിയ തോതിൽ മണ്ണടിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ റോഡിൽ നിന്നുള്ള മണ്ണ് ആ ഭാഗത്തേക്കാണ് ഇളക്കി വിട്ടത്. അങ്ങനെ അവിടെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം ഏതായാലും നേവി കൃത്യമായി തന്നെ അവിടെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ആ ഒബ്ജക്റ്റ് ഇനി പൊക്കിയെടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം, കാലാവസ്ഥ ഈ പ്രദേശത്ത് ഇല്ല എന്നുള്ളത് ഏറ്റവും നമുക്ക് ദുർഘടമാക്കുന്ന, ഈ രക്ഷാപ്രവർത്തനം ദുർഘടമാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടലുകൾ അല്ലെങ്കിൽ കൂടുതൽ രക്ഷാ ദൗത്യത്തിൽ കൂടുതൽ ആളുകളൊക്കെ എത്തിക്കൊണ്ട് ഇതിനു വേണ്ടി ഈ കാര്യങ്ങൾ ലൊക്കേറ്റ് ചെയ്ത ഈ ഒബ്ജക്റ്റ് ലോറിയാണ്, ട്രക്കാണ് എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ ഒരു സ്ഥിരീകരണത്തിലേക്ക്. പുഴയിൽ അടിയൊഴുക്ക് രൂക്ഷമാണെങ്കിൽ, വലിയ ഒഴുക്കാണ് ഇപ്പോൾ പുഴയിൽ ഉണ്ടാകുന്നതെന്ന് പറയുന്നു, കുത്തൊഴുക്കുണ്ടാകുന്നു, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മുന്നോട്ട് ഒഴുകി പോകാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ. അതിനെ എങ്ങനെയാണ് തടയുന്നത്? അതിനെ ലോക്ക് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നേവിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങാനാവാത്ത ഒരു സ്ഥിതിയുണ്ട്. അതിനുവേണ്ടി തുടർ പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്യും. ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച ഒരു സിഗ്നൽ നേവിക്ക് ലഭിച്ചിരുന്നു, NDRFന് ലഭിച്ചിരുന്നു. ആ സിഗ്നൽ, അതായത് മിനിയാന്ന് വൈകിട്ട് നടത്തിയ പരിശോധന സിഗ്നൽ ലഭിച്ചു. ഇന്നലെ അത് ഒന്നുകൂടി ഉറപ്പിച്ചു. ഇന്ന് അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് നേവിയിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ നേവി വൃത്തങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ സേനാ വൃത്തങ്ങൾ നൽകുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ഈ കൃത്യമായി ഇത് മാപ്പ് ചെയ്ത് അത് എവിടെയാണോ ഉള്ളത് എന്ന് സംബന്ധിച്ച് ഒരു ധാരണ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും ആ ഒബ്ജക്റ്റ് അവിടെ നിന്ന് ഒഴുകിപ്പോവാൻ സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഭാരമുള്ള വസ്തുവായിരുന്നു, മണ്ണ് മൂടിക്കിടക്കുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അത് ഒഴുകിപ്പോവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ചില മുങ്ങൽ വിദഗ്ധരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ, നമുക്ക് രക്ഷാപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാവുന്നത്. ഏതായാലും ഇത് കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഭാരം കൂടിയ വാഹനമാണ് ഇങ്ങനെ പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉയർത്തണമെങ്കിൽ ചുരുങ്ങിയത് കൂടുതൽ ട്രെയിനുകളുടെ ആവശ്യമുണ്ട്. പക്ഷേ ഈ പുഴയിൽ നിന്ന് ഉയർത്തുമ്പോൾ തന്നെ ട്രെയിനുകൾക്ക് കൃത്യമായി നിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആ പ്രദേശത്ത് ഉണ്ടാവേണ്ട ഒരു ആവശ്യവുമുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള നടപടികൾ ഇനിയും പുരോഗമിക്കണം. കൂടുതൽ ശക്തിയുള്ള ട്രെയിനുകൾ എത്തിക്കണം. അതുപോലെ തന്നെ കൂടുതൽ മുങ്ങൽ വിദഗ്ധർ, നേവിയുടെ മുങ്ങൽ വിദഗ്ധർ ഏതായാലും ഇവിടെയുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള നടപടികൾ, ഒരു മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കി ശക്തമായിട്ടുള്ള തിരച്ചിൽ നാളെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കേണ്ടിയിരിക്കുന്നു ആ ട്രക്ക് മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ. കർണാടക റവന്യൂ മന്ത്രി തന്നെ ഇതൊരു ട്രക്കാണെന്നൊരു സ്ഥിരീകരിച്ചിട്ട് ഒരു പോസ്റ്റ് എക്സ് ഹാൻഡിലിൽ കുറിച്ചിരുന്നു. പക്ഷേ പോലീസ് അത് അർജന്റേതാണെന്നുള്ള കാര്യത്തിലാണ് നമുക്ക് ഇനി കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വേണ്ടത്. പ്രത്യേകിച്ച് നേരത്തെ KV രാഹുലൊക്കെ സൂചിപ്പിച്ചിരുന്നു, കൂടുതൽ വാഹനങ്ങൾ, കൂടുതൽ ലോറികളൊക്കെ ഇതിൽ പെട്ടിരുന്നു. അതിൽ തന്നെ ഒരു ടാങ്കർ ലോറി ഒഴുകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ്. ആ ടാങ്കർ ലോറിയുടെ ലോറി ഭാഗം, അതായത് എഞ്ചിൻ ഭാഗം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഒരുപക്ഷെ അതാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. മറ്റൊരു ലോറി കൂടി ഇതിൽ പെട്ടിരുന്നു. അതാണോ അതോ അർജുൻ ഓടിച്ചിരുന്ന ലോറിയാണോ? ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇതൊരു അർജുന്റെ ട്രക്കാണ്, ഭാരത് ബെൻസിന്റെ
വാഹനമാണ് എന്നുള്ളൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നാളെ നേവിയുടെ അല്ലെങ്കിൽ മഴ മാറിയിരുന്നാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ നേവിയുടെ മുങ്ങൽ വിദഗ്ധരുടെ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. കോസ്റ്റ് ഗാർഡിലെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഈ ദൗത്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നാളെ ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ള സന്നാഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് 9ാം നാൾ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഫലം വേണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയാണ് ഈ പരിശോധനകൾ ആരംഭിച്ചത്. സംവിധാനങ്ങളെല്ലാം ഇവിടേക്ക് എത്തിച്ചു. ഏകോപനം MLA നേരിട്ട് ഇവിടെ എത്തി നടത്തി. അങ്ങനെ വിപുലമായ സംവിധാനങ്ങൾ, വിപുലമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് പരിശോധനകൾ നടന്നത്. അതിനുള്ള റിസൾട്ട് എന്ന രീതിയിൽ തന്നെയാണ് ഈ ലൊക്കേറ്റ് ചെയ്യാൻ ആയതിനെ നമ്മൾ കാണേണ്ടത്. ഏതായാലും ഈ കാലാവസ്ഥ കൂടി അനുകൂലമായാൽ നടപടികളെല്ലാം തന്നെ വേഗത്തിൽ കൊണ്ടുപോകാനാകും, കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാകും. പക്ഷേ ഇത് ട്രക്ക് ഉയർത്തുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ കാര്യമാണെന്നുള്ള കാര്യത്തിൽ മറക്കരുത്. ഏതായാലും മഴ ഇപ്പോഴും ഈ പ്രദേശത്ത് തുടരുന്നത് വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഏതാണ്ട് 20 മിനിറ്റോളമായി ഇപ്പോൾ കനത്ത മഴ പെയ്യുന്നു. അതിനു മുൻപ് മഴ ചാറ്റൽ മഴയായിരുന്നെങ്കിൽ ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴ പ്രദേശത്തുണ്ട്. ഇത് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാക്കുമെന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും മഴ തുടരുന്നത് ഒട്ടും ഈ രക്ഷാദൗത്യത്തിന് നല്ലതല്ല. ഈ ദുർഘടമായ അവസ്ഥകളെയൊക്കെ അതിജീവിച്ച് വേണം നമുക്ക് ഈ ട്രക്ക് ഉയർത്താൻ, അർജുനെ കണ്ടെത്താൻ.